സാഹസിക യാത്ര ഉണ്ടാകുന്നു. ഇന്ന് ഉൾപ്പെടെ പാലക്കാട് അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ ഡോറിൽ കയറി ഇരുന്ന് സഞ്ചരിക്കുന്ന അതെല്ലാം ഡ്രൈവറിന്റെ ലൈസൻസ് മാത്രമാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സസ്പെൻഷൻ അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഈ ഡോറിൽ കയറി ഇരിക്കുന്ന ആളുകൾക്ക് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അത് പോലീസിനെ അറിയിച്ചിട്ട് നടപടി എടുപ്പിക്കാം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് അതിൻ്റെ നിർദ്ദേശം കൊടുക്കാം. RTOക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓടിക്കുന്ന ആളുടെ ലൈസൻസ് റദ്ദാക്കലാണ്. അപ്പോൾ നമ്മൾ ഈ റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന പേരിൽ വളരെ കർശനമായ നിലപാടാണ് കേരളത്തിൽ സംസ്ഥാനം ഒട്ടും സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ലൈസൻസ് ഒന്ന് സസ്പെൻഡ് ചെയ്താൽ പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പുനഃസ്ഥാപിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഉദാഹരണം 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന വളരെ ദുഃഖകരമായ വാദം, ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടയും പിടിച്ച് നടന്നു പോകുന്നു. കുമളിയിൽ വെച്ചൊരു ബസ് വളരെ മോശമായ നിലയിൽ വന്ന മൃഗീയമായ ഒരു കൊലപാതകം തന്നെ അവിടെ നടക്കുന്നു. ആ ഡ്രൈവർ ഇനി ഇന്ത്യയിൽ വണ്ടി ഓടിക്കില്ല. അയാൾ തീരുമാനിച്ചായിരുന്നു തന്നെ അത് പാടില്ല. കാരണം അങ്ങനെ ഒരു ഡ്രൈവർ ഇനി നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. ഈ അപകടകരമായ ദൃശ്യങ്ങൾ ദയവ് ചെയ്ത് പകർത്തുകയും, ഇപ്പോൾ KSRTCയിൽ ഒരു പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, വീഡിയോയിൽ പകർത്തി നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അയച്ചു കഴിഞ്ഞാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അതുപോലെ ഈ റോഡിലൊക്കെ കാണുന്ന ഈ സർക്കസുകാരെ വീഡിയോയിൽ പകർത്തി ആർക്ക് വേണമെങ്കിലും അയക്കാനുള്ള സംവിധാനമുണ്ട്. അയച്ചു കഴിഞ്ഞാൽ RTOക്ക് അയച്ചു കൊടുത്താൽ അതാ സ്ഥലത്തെ RTOമാർ കർശനമായ നടപടിയെടുക്കും. പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യം അവരോട് പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കും.